നമ്മുടെ ഒപ്പം ചേരുന്നത് മുനീബ് പാഴൂരാണ്. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി ചെയ്യാൻ പോകുന്ന സംഗതികൾ? കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നെ വിവിധ തരത്തിലുള്ള ഫണ്ട് ശേഖരണം നടന്നിട്ടുണ്ട്. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആപ്പ് വഴി തന്നെ ഏകദേശം 30 കോടിയോളം രൂപ ശേഖരിച്ചു. ഇന്നിപ്പോൾ ഇന്നത്തെ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് പ്രകാരം നിലവിലുള്ള ഫണ്ടുകളൊക്കെ അതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യമമായിരുന്നു ബിരിയാണി ചലഞ്ച്. അതിലൂടെയും വലിയൊരു തോതിലുള്ള ഫണ്ട് ശേഖരണം നടന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ അക്കൗണ്ടിലേക്ക് ഫണ്ട് എത്തിച്ചിട്ടുള്ളത്? ഇല്ല, ഒന്നാമതായിട്ട് പടച്ചതമ്പുരാന് സർവസ്തുതിയും. നമ്മൾ എംബസിയിലേക്ക് അനസ് ഷാരിയുടെ അറ്റോർണി അയച്ച ലെറ്റർ അനുസരിച്ച് എംബസി ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റിക്കും അതേപോലെ തന്നെ നാട്ടിലെ കുടുംബത്തിനും അയച്ച കത്തനുസരിച്ചുള്ള 15 മില്യൺ നമ്മൾ ഒരുക്കി കഴിഞ്ഞു. അടുത്തത് നമ്മൾ ഇതേ ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റി നമ്മൾ എംബസിക്ക് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഈ ഫണ്ട് അവൈലബിൾ ആണെന്നുള്ളത്. അടുത്തതായി ഇനി ഇത് എംബസി അനസ് ഷാരിയുടെ അറ്റോർണിക്ക് ലെറ്റർ കൊടുക്കുകയും അനസ് ഷാരിയുടെ അറ്റോർണിയും അതേപോലെ തന്നെ അബ്ദുറഹീമിൻ്റെ അറ്റോർണിയും ജോയിൻ്റ്ലി കോർട്ടിനെ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട്. അതോടുകൂടി അവിടെ നിന്നുള്ള ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു വില്ലിങ്നെസ്സും അതേപോലെ തന്നെ നമ്മൾ ഇത് റെഡിലി അവൈലബിൾ ആണെന്ന് പറയുന്നതോടുകൂടി അബ്ദുറഹീമിൻ്റെ റിലീസിനുള്ള ഓർഡർ വരും. പിന്നെ അതിൻ്റെ ബാക്കി ഫർദർ പ്രൊസീഡിങ്സ് മാത്രമാണുള്ളത്. ഇതിൻ്റെ ഫണ്ട് സമാഹരണത്തിന് നമ്മൾ ഒരുങ്ങിയ സമയത്ത് ആദ്യമായിട്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് നമ്മൾ തീരുമാനിക്കുകയായിരുന്നു. അതിന് നമ്മൾ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയ എക്സ്പീരിയൻസുള്ള ആളുകളെ തിരഞ്ഞു. അപ്പോൾ നേരത്തെ മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗപ്പെടുത്തിയ ഒരു ആപ്പൊക്കെ ഉണ്ടാക്കി എക്സ്പീരിയൻസുള്ളൊരു ടീമിനെ കണ്ടെത്തുകയും അതേപോലെ തന്നെ ഞങ്ങളെ ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റിയിലുള്ള IT സെല്ല്, ഞാനാണത് ലീഡ് ചെയ്തത്. അതേസമയം അതിൻ്റെ ഇവിടുത്തെ പ്രബല ബാങ്കുകളിൽ ബാങ്കിങ് ആപ്ലിക്കേഷൻസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന 2-3 എക്സ്പേർട്ടുകളാണ് അതിനുള്ള അഡ്വൈസുകൾ തന്നതും അതേപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത ആളുകളായിട്ട് ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു കുറ്റം തീർത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒന്ന്. രണ്ടാമത്തത്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ മാർക്കറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾക്ക് മനസ്സിലായി ഇപ്പോഴും റിയാദിലെ ചില പ്രാന്തപ്രദേശങ്ങളിലൊന്നും ഒരുപാട് കടകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത്. അതനുസരിച്ച് നമ്മൾ ലോക്കൽ കമ്മിറ്റികൾ രൂപീകരിക്കുകയും അതിലൂടെ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുകയായിരുന്നു. എന്നാലും ചില വളരെ ഉയർന്ന തലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളിലേക്ക് പിന്നെയും എത്തിയിട്ടില്ല എന്നുള്ള ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഞങ്ങളെ ചെയർമാൻ ഒരു ബിരിയാണി ചലഞ്ച് രൂപപ്പെടുത്തിയായിരുന്നു. ഈദ് ഡേയിൽ ഒരു ബിരിയാണി ചലഞ്ച്. അത് ആപാലവൃതം ജനങ്ങളിലേക്ക് എത്തും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ബിരിയാണിയാണല്ലോ. അങ്ങനെ അതിലൂടെ നമുക്ക് റിയാദിലെ ആപാലവൃതം ജനങ്ങളിലേക്ക് എത്തിയെന്നുമല്ല, അത് നല്ലൊരു ഓളം സൃഷ്ടിക്കാനും കാരണമായി. അതോടൊപ്പം തന്നെ നമ്മളെ റമദാനിലെ അവസാന 10 ആ ഒരു ചലനങ്ങളും നാട്ടിലുള്ള എല്ലാ റോഡിലും ആരാധനാലയങ്ങളിലും എല്ലായിടത്തും നടന്ന പിരിവുകളും സഹായമായിട്ടുണ്ട്. ഇതിൽ ഇപ്പം ബിരിയാണി ചലഞ്ചിൽ മാത്രം ഏതാണ്ട് ലക്ഷങ്ങൾ അതുവഴി കിട്ടിയിട്ടുണ്ട് അല്ലേ? എന്നുവെച്ചാൽ ഈ ഫണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് 50 ലക്ഷം അതിൽ നിന്ന് ഈ ബിരിയാണി ചലഞ്ചിലൂടെ മാത്രം അതിലെത്തിക്കാൻ പറ്റും. അതിൻ്റെ പുറമെ ബാക്കി ഇവിടുന്ന് പല സംഘടനകളും പല രൂപത്തിലും മലയാളികൾ എല്ലായിടത്തൊക്കെ ഒരു സമാഹരിക്കുകയും അത് നാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.